ഗുഡ് മോർണിംഗ് ഓൾ. നിഫ്റ്റി അങ്ങനെ 25,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്തൊരു നിലയിലാണ് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നത്. തുടർച്ചയായ 6 ദിവസം നിഫ്റ്റി മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സ് ആയിരുന്നു. 1747 കോടി രൂപയ്ക്ക് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തി. US നിന്ന് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് കണ്ടിന്യൂസ് ഫോളിൽ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ പോസിറ്റീവാണ്. കാരണം ഫെഡ് ഒഫീഷ്യൽ ബുള്ളാർട്സ് പറഞ്ഞിരിക്കുന്നത് 2026 100 ബേസ് പോയിൻറ്റിൻ്റെ കട്ട് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ സ്പീച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ ആ സ്പീച്ചിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ വരും. ഇതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ US-ൻ്റെ താരിഫെല്ലാം തന്നെ മാറ്റി US ഉൽപ്പന്നങ്ങൾ, അഗ്രികൾച്ചറൽ ഉൽപ്പന്നങ്ങൾ, അതില്ലെങ്കിൽ സീ ഫുഡ് എല്ലാം തന്നെ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് US-ൽ നിന്ന് താരിഫുകളൊന്നും ഇല്ലാതെ തന്നെ പ്രത്യേക ചാനൽ വഴി ഡിസ്ട്രിബ്യൂഷൻ നടത്തുമെന്നുള്ള ഒരു കാര്യമാണുള്ളത്. ഇത് തന്നെയായിരുന്നു US-ന് വേണ്ടിയിരുന്നത്. US-ൻ്റെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്, US-ൻ്റെ സീ ഫുഡ്സ് അതെല്ലാം തന്നെ യൂറോപ്യൻ വിപണിയിലേക്ക് താരിഫൊന്നും തന്നെ ഇല്ലാതെ അവർക്ക് വിപണനം ചെയ്യാനായിട്ടുള്ള ഒരു വഴി ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു പദ്ധതികൾ അത് ഭാഗികമായി വിജയിച്ച മട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ ചൈനയും ഇന്ത്യയായിട്ടൊക്കെ ഉള്ള താരിഫുകളെല്ലാം തന്നെ ധാരണയിൽ വരണം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ ഏറ്റവും താഴെ നാസ്ഡാക്ക് ഫോളാണ്, ഡോ ഫോളാണ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 46 പോയിൻറ്റ് പ്ലസ്സിലാണ് നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സ്ഡ് അവസ്ഥയിലാണ്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $1653 ഒരു ഫോളും ഉണ്ട്. IPO വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണാം വിക്രം എഞ്ചിനീയറിംഗ് IPO ഓപ്പൺ ആവുന്നത് 26-നാണ്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് മംഗൾ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസാണ്. അത് ഇന്ന് ക്ലോസ് ആവും. എന്നാൽ പട്ടേൽ റീറ്റെയിൽ, വിക്രം സോളാർ, ജെം അരോമ ടെക്, ഷിരി ഷിപ്പിംഗ് റീറ്റെയിൽ ഇതിൻ്റെ എല്ലാം തന്നെ അലോട്ട്മെൻറ്റ് ഡേറ്റ് ഇന്ന് കിട്ടും. അലോട്ട്മെൻറ്റ് ഡേറ്റ് ആണത്. അപ്പോൾ ഇത് നമ്മളുടെ ട്രേഡബിലിറ്റി ടാബിലുണ്ട്. ഇത് മാത്രമല്ല IPO ഡീറ്റെയിൽസ്, ഏതൊക്കെ കമ്പനീസിൻ്റെ IPO ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, ഏതൊക്കെ കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഏതൊക്കെ ദിവസമാണെന്നുള്ളതൊക്കെ നമ്മുടെ ട്രേഡബിലിറ്റി ടാബിലുണ്ട്. ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. നമുക്ക് യാതൊരു സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ വക ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് കിട്ടും. ഫസ്റ്റ് കമൻറ്റിൽ നോക്കാം ട്രേഡബിലിറ്റി ടാബിൻ്റെ ലിങ്ക്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ആദ്യം ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. PTC ഇൻഡസ്ട്രീസ് 100 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇൻ്റലക്റ്റ് ഡിസൈൻ അറിയുന്ന കമ്പനി UK അക്കൗണ്ട് ഫേമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വിപ്രോ ഹർമാൻ എന്ന് പറഞ്ഞ കമ്പനീനെ $375 അക്യൂർ ചെയ്തു. ടെസ്മാക്കോ റെയിൽ 100 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സിസ്റ്റം കമ്പനി അവർ 400 കോടി രൂപയ്ക്ക് നവീഗോ എന്ന് പറഞ്ഞ കമ്പനീനെ അക്യൂർ ചെയ്തു. SCVN കമ്പനി 1320 മെഗാവാട്ടിൻ്റെ തെർമൽ പ്ലാന്റ് അവർ ഓപ്പൺ ചെയ്തു. സത്യാഗ്രഹ റെയിൽ കമ്പനി 467 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അപ്പോളോ ഹോസ്പിറ്റൽ ഇവരുടെ മാനേജിംഗ് ഡയറക്ടറെ 1.25% സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. JRMA എയർപോർട്ട് 5000 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. NTPC ഗ്രീൻ കമ്പനി 49 മെഗാവാട്ടിൻ്റെ ഒരു പുതിയ സോളാർ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തു. വേദാന്ത കമ്പനി 16 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഹൈക്കൽ കമ്പനി US-ലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഹൈക്കലിൻ്റെ ജഗനിയിലുള്ള പ്ലാന്റിന് ഒബ്സർവേഷൻസ് റൈസ് ചെയ്തു, വാർണിംഗ് ലെറ്റർ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.